നമ്മൾ വെട്ടിപ്പിടിച്ചതും അസാൻമാർഗികമായ രീതികൾ കൂടെ നേടിയെടുത്തതുമായ സമ്പത്തൊന്നും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകില്ല. താൻ മരിക്കുമ്പോൾ സുഖമായി കിടന്ന് മരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മരണശയ്യയിൽ കിടക്കുമ്പോൾ അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പലരും ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത സാധാരണക്കാരനെ പോലെ ചിലപ്പോൾ ചികിത്സ പോലും കിട്ടാതെ മരണപ്പെടേണ്ട അവസ്ഥയാണ് അവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂട്ടിവെക്കുന്നതൊന്നും അവസാന നിമിഷത്തിൽ നമുക്ക് ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റത്തില്ല. കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്തൊന്നും നമുക്ക് അനുഭവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒരു നേരം നല്ല രീതിയിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ, ഒരു ഗ്ലാസ് ചായ പോലും മധുരമിട്ട് കഴിക്കാൻ പറ്റാതെ, കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്തിനെയെല്ലാം നോക്കി ദുഃഖിച്ച് ഈ ലോകത്തിൽ നിന്നും നമ്മൾ മാറ്റപ്പെടേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകും. അപ്പോൾ സമ്പത്ത് കൂട്ടിവെക്കുന്നതിലല്ല കാര്യം. നമ്മളുണ്ടാക്കുന്ന സമ്പത്ത് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് വിനിയോഗിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സഹായഹസ്തം നീട്ടുമ്പോഴുമാണ് ആ സമ്പത്തിന് വിലയുണ്ടാകുന്നത്. സമ്പത്തെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്ന ഒന്നാണ്. സോ സമ്പത്തിൻ്റെ ആ സ്രോതസ് അങ്ങനെ തന്നെയാണ്. അത് കൂട്ടിവെച്ചാൽ അവിടെ ഇരിക്കും, അത് വർദ്ധിക്കത്തില്ല. അതിനെപ്പറ്റിയുള്ള ആകെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ എപ്പോഴാണ് പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്നതെന്ന് അറിയാൻ പറ്റാതെ വരും. സോ സമ്പത്തല്ല നമുക്ക് വലുത്. ഈ ലോകത്ത് തന്നെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ച്, സാമ്പത്തികമായാലും ശാരീരികമായാലും മറ്റുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ച്, സ്നേഹം അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിനുവേണ്ടി നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ ഹൃദയത്തെ നമ്മളതിന് ഒരുക്കിയാൽ മതി. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.